അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളിൽ പിന്നിട്ടാൽ കേരളത്തിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏതാനും ദിവസങ്ങളെ കൊണ്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയത്താണ് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും നിലയും വിലയും ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് അവഗണിക്കപ്പെട്ടവർ പോലും അന്ന് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ വീടിൽ ഓലമേഞ്ഞ പെരയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളില്ലാത്തവരാണെങ്കിലും അവരുടെയൊക്കെ അടുക്കളയിൽ എത്തുന്ന സമയമാണ് ഈ വോട്ടെടുപ്പിൻ്റെ മുമ്പുള്ള സമയം. എന്ന് വെച്ചാൽ ഈ രാജ്യത്തുള്ള മറ്റ് എം പിമാരെക്കാളും മന്ത്രിമാരെക്കാട്ടൊക്കെ സാധാരണ ജനങ്ങൾക്ക് വിലയുള്ള ഒരു സമയമാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുൻ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മൂല്യം, നമുക്ക് ആകെ ഇത്തരം ആളുകളോട് വിഷയങ്ങൾ പറയാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും അതിനോട് പ്രതികരിക്കാനും ഉള്ള 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു സമയം, ഒരു സാഹചര്യമാണ് വോട്ടെടുപ്പ് സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും വരച്ച വരയിൽ നിർത്താൻ നമ്മുടെ അടുത്തുള്ള ഒരു പ്രധാനമായ ആയുധമാണ്, ജനാധിപത്യ ആയുധമാണ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പാഴാക്കാതെ ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നാം സംസാരിച്ചു വരുന്നത് ഓരോരുത്തർക്കും അവരുടെ അവകാശവാദങ്ങൾ ഉണ്ടാകും, താല്പര്യങ്ങൾ ഉണ്ടാകും വോട്ട് ചെയ്യുമ്പോൾ. എന്നാൽ കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് എന്തിനു വേണ്ടിയാണ്, ആർക്കാണ് അവർ വോട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തുന്നത്. സുന്നികളുടെ വോട്ട് എന്ന് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും വോട്ട് അവൻ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങൾക്കും അവൻ്റെ ശാരീരികമായ താല്പര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അനുകൂലമായി നിൽക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന നിലക്ക് സുന്നികളുടെ ഒന്നാമത്തെ പ്രഥമ പരിഗണന അവരുടെ ആദർശത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആദർശത്തെ നിലനിർത്തുവാനും ആ ആദർശത്തെ സപ്പോർട്ട് ചെയ്യുവാനും ആ ആദർശത്തെ പരിഹരിക്കാതെ മുന്നോട്ട് പോകുവാനും പറ്റുന്ന ഒരു പ്രതിനിധിയെ ആയിരിക്കണം നമ്മൾ വോട്ടിലൂടെ തിരഞ്ഞെടുക്കേണ്ടത് എന്നത് സാമാന്യ ബുദ്ധിയാണ്. അത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. ഓരോ മനുഷ്യന്മാർക്കും അവർക്കുള്ള താല്പര്യങ്ങൾക്കനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ നാട്ടിനും നമ്മുടെ സാഹചര്യങ്ങൾക്കുമൊക്കെ രക്ഷ നൽകുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരാളുകൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യേണ്ട കാര്യം. അപ്പോൾ സുന്നികൾക്ക് പോലും നിലയും വിലയും വന്നിട്ടുള്ള ഈ സമയത്ത് രാഷ്ട്രീയക്കാരൊക്കെ സുന്നികളെ തീരെ പരിഗണിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരെയും പോലെ സുന്നികൾക്കും നല്ല നിലയും വിലയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മെ രാഷ്ട്രീയക്കാർ ഭയക്കുന്ന ഒരു സമയമാണ് എന്ന് ചുരുക്കം. അപ്പോൾ സുന്നികൾക്ക് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അവരുടേതായ ആദർശം, അത് സംരക്ഷിക്കണം. നമ്മൾ വോട്ട് കൊടുക്കുന്ന ആൾ ഈ സുന്നി ആദർശത്തിലുള്ളവനാവണം. മുസ്ലിമാണെങ്കിൽ ആ ആദർശത്തെ പരിഹസിക്കാത്തവനാവണം. നമ്മുടെ ശരീരം ഇവിടെ നിലനിൽക്കണം. ആ ശരീരത്തെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് അധികാരങ്ങൾ മുഴുവൻ കൊടുത്ത് നമ്മളെ തമസ്കരിക്കുവാനും നമ്മളെ നിരാകരിക്കുവാനുമുള്ള ഒരു വേദി നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. അപ്പോൾ അതും ബുദ്ധിപരമായി നാം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ സുന്നികൾക്ക് ആദർശവും അവരുടെ ശരീരവും ഒക്കെയാണ് പ്രധാനം. ഇതിന് ആരാണോ സംരക്ഷണം നൽകുന്നത് അവരെ വോട്ടിലൂടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടേതായ താല്പര്യം, ആദർശവും നമ്മുടെ ശരീരവും നമ്മുടെ പുരോഗതിയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളും ഇതിനൊക്കെ പുരോഗതി നൽകുന്ന, ഇതിനൊക്കെ വിഘാതം നിൽക്കാത്ത ഒരു വിഭാഗം ആരാണ് എന്ന് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ അവകാശങ്ങൾ, നമുക്കുള്ള ഈ താല്പര്യങ്ങൾ, കേരളത്തിൽ പ്രധാനപ്പെട്ട 2 മുന്നണിയാണ്. BJP മുന്നണി എന്ന് പറയുന്നത് ഇവിടെ അവഗണിക്കപ്പെട്ട ഒരു ശക്തിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു MLA യോ ഒരു MP യോ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അബദ്ധത്തിൽ ഒരു വിഭാഗത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു MLA ഉണ്ടായി എന്നതൊഴിച്ചാൽ കേരളത്തിൽ ഇതുവരെയും ക്ലച്ച് പിടിക്കാത്ത ഒരു മുന്നണിയാണ് BJP മുന്നണി എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് അവരെ നമുക്ക് മാറ്റി നിർത്താം. ഉത്ബുദ്ധരായ ആരും, ജനാധിപത്യ വിശ്വാസികളായ ആരും തന്നെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മൾ ഇരു മുന്നണികളെയും നേരെ നമ്മുടെ ഈ ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക. അപ്പോൾ ആരാണ് അവർക്ക് അവരുടേതായ പരിഗണന നൽകിയിട്ട് ഈ വിഷയങ്ങളൊക്കെ നേരെയാക്കി തരാൻ തയ്യാറുള്ളത് എന്ന് കണ്ടെത്തുന്ന ആൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ബുദ്ധിപരമായി എടുക്കാനുള്ള തീരുമാനം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിലും സുന്നികളുടെ വോട്ട് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തിനു കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ സമസ്തക്കും ഒരു കാഴ്ചപ്പാട് മുൻകാലത്ത് നമ്മുടെ നേതാക്കന്മാർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സമസ്തയുടെ ആ നിലപാടാണ് വോട്ട് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ആദർശം കൈകാര്യം ചെയ്യുന്നത് പോലെ, പ്രാസ്ഥാനിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ വിഷയത്തിലും നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വാക്ക് എന്താണ്, തീരുമാനം എന്താണ്? സുന്നത്ത് ജമാഅത്തിനെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും അതിൻ്റെ വ്യക്തികളെയും ആക്രമിക്കാത്ത, മർദ്ദിക്കാത്ത, എതിര് നിൽക്കാത്ത ആളുകളെ വിജയിപ്പിക്കുക. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല. മുസ്ലിമിനെതിരെ ഇതൊക്കെ സംരക്ഷിക്കുന്നവർ അമുസ്ലിമാണ് മത്സരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ പിന്തുണക്കണമെന്നാണ് സമസ്തയുടെ നയം വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മതപരവും ശാരീരികവും രാഷ്ട്രീയപരവുമായ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനുസൃതവുമായ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളെ വിജയിപ്പിക്കണം എന്നാണ് സമസ്തയുടെ തീരുമാനം. അപ്പോൾ സുന്നികളല്ലാത്തവർക്ക് സുന്നികൾ വോട്ട് ചെയ്യരുത്, മുസ്ലിങ്ങളിൽ നിന്ന് സുന്നികളല്ലാത്തവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് സമസ്ത നമ്മളെ പഠിപ്പിച്ചതാണ്. അതുപോലെ മറ്റ് വഹാബികൾക്കും സലഫി പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ കൂട്ടുപിടിക്കുന്ന, അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുന്ന, അവർക്ക് വേണ്ടി രഹസ്യമായും പരസ്യമായും പോരാടുന്ന ഒരു വ്യക്തിക്കും വോട്ട് ചെയ്യരുത് എന്നുള്ളത് സമസ്ത തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഇയാൾക്ക് വോട്ട് ചെയ്യരുത് സമസ്ത തീരുമാനിച്ചോ എന്ന് ചില വക്രബുദ്ധികൾ ചോദിക്കും. സമസ്തയുടെ തീരുമാനം സുന്നി വിരുദ്ധർക്ക് വോട്ട് ചെയ്യരുത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സുന്നി വിരുദ്ധനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവനക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളായി മത്സരിക്കുന്നത് കേരളത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഏത് മുന്നണിയാണെങ്കിലും മുസ്ലിങ്ങളെ അവഗണിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമാണ്. 4.5 ക്രിസ്ത്യാനികൾക്ക് UDF സ്ഥാനം നൽകുമ്പോൾ, കോൺഗ്രസ് സ്ഥാനം നൽകുമ്പോൾ, ഒരു ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സീറ്റിലാണ് മുസ്ലിങ്ങൾക്ക് അവർ സ്ഥാനം നൽകാറുള്ളത്. അങ്ങനെയുള്ള അവഗണന കോൺഗ്രസിൻ്റെ പക്കൽ നിന്നും അതുപോലെ തന്നെ പല പക്ഷങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കുകയും വേണം. ആൾ ആരാണോ, വഹാബിയാണോ എന്ന് നോക്കുകയും വേണം. അപ്പോൾ ഇവിടെ പ്രധാനമായും സുന്നികളുടെ വോട്ട് മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണെന്ന് പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് പോകുന്ന 2 ആളുകളെയാണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 സ്ഥാനാർത്ഥികളും സുന്നി വിരുദ്ധരാണ് എന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ അവരുടെ പ്രസംഗം തന്നെ നമുക്ക് കേൾക്കാം. ഒരു സ്ഥാനാർത്ഥി പറയട്ടെ. വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. കാരണം ഷിർക്ക് എന്നെ ലളിതവൽക്കരിക്കുക. അങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇന്നതുമാതിരി വിളിച്ചാൽ ഷിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള, അതായത് അള്ളാഹുത്താല എല്ലാ തെറ്റും പൊറുക്കും, വേണ്ടി വന്നാൽ അള്ളാഹുത്താല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? അതിനെ ലളിതവൽക്കരിക്കുന്നതിൻ്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. സുന്നികൾ ചെയ്യുന്ന ഷിർക്കുകളിൽ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഷിർക്ക് എന്താണെന്ന് കൂടി വളരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിക്കിച്ചികഞ്ഞ് അദ്ദേഹം പരിശോധിച്ച് ആളുകൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. വഹാബി ആശയത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇത്രമാത്രം വഹാബിസത്തിനുള്ള ഉള്ളറിവും അതിൻ്റെ ഉത്ബോധനവും അറിയില്ല, പഠിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അമാനി മൗലവി സാഹിബിൻ്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി, വലിയ ഷിർക്കിനെ കുറിച്ചല്ല പേടിക്കേണ്ടത്, ചെറിയ ഷിർക്കിനെ കുറിച്ചാണ്. എന്താണ് മൗലവി മൗലവി അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു ഉദാഹരണമാണ്. മൗലവിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല. മൗലവി അതിൽ വിശദീകരിക്കുകയാണ്. കറുത്ത കൂരിരുട്ടിൽ മിനുസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞ് വരുന്നത് പോലെ വരുന്ന ഷിർക്കിനെയാണ് പേടിക്കേണ്ടതെന്നാണ്. അങ്ങനെ വലിയ ഷിർക്കിനെ പേടിക്കേണ്ടതാണ്. പേടിക്കേണ്ടതല്ല അർത്ഥം. വേറൊരു പടച്ചവനുണ്ടെന്ന് ആരും പറയില്ല, അള്ളാഹിനെ പോലെ വേറൊരു അള്ളാഹ് ഉണ്ടെന്ന് പറയില്ല. എന്നാൽ
നിങ്ങളറിയാതെ കൂരിരുട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ, ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, അത്രയും പേടിപ്പിച്ച് നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരം ഷിർക്കുകൾ വഴി പൊതുജനങ്ങളെ വഴിതെറ്റിക്കുന്നത് പണ്ഡിതന്മാരാണെന്ന് പോലും അദ്ദേഹം ഗവേഷണം ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും തുടരട്ടെ. അപ്പോൾ വലിയ വലിയ മത രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാ, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ഷിർക്കിനെക്കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അതുതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമില്ലാതെ വമ്പിച്ച തോതിലുള്ള റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഇവിടെ. മതത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സ്ഥാനാർത്ഥിയുടെ കാഴ്ചപ്പാട്, ഇദ്ദേഹം വഹാബി ആണ് എന്നല്ല, വഹാബികളുടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളും കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവതരണം കേൾക്കുമ്പോൾ. കാരണം ഇത്ര സൂക്ഷ്മമായി ശിർക്കിനെ സൂക്ഷിക്കുന്ന ഒരാൾ വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പോലും ഉണ്ടാവില്ല. വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കെട്ടിവെച്ചിട്ട് മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രസിഡൻ്റായി നിലവിലുള്ള ആൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇദ്ദേഹം കേമനായി വരും. അത്രമാത്രം വഹാബിസം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള ശക്തി കിട്ടുന്നത് എവിടുന്നാണ്? സുന്നികളുടെ വോട്ട് വാങ്ങി MP-യും MLA-യും മന്ത്രിയും ഒക്കെ ആയി അവസാന കാലഘട്ടത്തിലും അത് വിടാൻ താല്പര്യമില്ലാത്ത 2000 ഡബിളിലേറെ. ഇനി തൗഹീദിനെ കുറിച്ചൊക്കെയുള്ള മറ്റേ സ്ഥാനാർത്ഥിയുടെ മോട്ടിവേഷനും കൂടി ഒന്ന് കേൾക്കുക. മതസംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു സമ്മേളനത്തിൽ ഒരു ആയത്തെ ഞാൻ കേട്ടുള്ളൂ. കാറിങ്ങനെ ഓടിപ്പോവുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതൊരു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ, അത് കാര്യത്തിൽ ഉറപ്പിച്ചു. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അതും തീരുമാനമായി. ഇത് മൂന്നും ഖുർആനിലാണല്ലോ. ഇത് മൂന്ന് ഗ്രന്ഥത്തിലാണെങ്കിലല്ലേ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടതുള്ളൂ. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ. ആദ്യം ഓതിയത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ചിലർ മാത്രം അത് ഓതണം, എല്ലാവരും ഓതണ്ടേ? അത് എല്ലാവരും അതുപോലെ പറയണ്ടേ? രണ്ടാമത് ഓതിയത് എല്ലാവരും അതേമാതിരി ഓതി പറയണ്ടേ? ആ മൂന്നാമത് ഓതിയത് ഈ പ്രശ്നമാണ് നമ്മുടെ പല തഫ്സീറുകളുടെ ഈ സ്ഥിതി എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അപ്പോൾ തഫ്സീറിനെ അപ്പൊ മുസ്ലിങ്ങളുടെ മുത്തക്കുത്തക്ക് അവകാശപ്പെടുന്ന 2 സ്ഥാനാർത്ഥികളും സമസ്തയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സുന്നികൾക്ക് അവരെ പരാജയപ്പെടുത്തൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ്. ഇപ്പൊ ഇവിടെ പ്രത്യേക സാഹചര്യം കൊണ്ട് സമസ്തയുടെ തീരുമാനം തിരുത്തി എഴുതാനോ മറ്റോ സുന്നികൾക്ക് കഴിയില്ലല്ലോ. അപ്പൊ സമസ്തയുടെ തീരുമാനം മുസ്ലിങ്ങളിൽ നിന്നുള്ള സുന്നികളല്ലാത്ത സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൽ മത്സരിക്കുന്ന മറ്റു കുറേ സുന്നികളും കൂടെയുണ്ട്. അവരാരും ഇതുപോലെ വഹാബിസത്തിന് ക്ലാസ് എടുക്കുന്നവരോ വഹാബി ആശയങ്ങൾ ഇത്ര പച്ചയായിട്ട് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ അവരെ വിഷയം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. സുന്നികളുടെ വോട്ട് വാങ്ങി അവരെ പരിഹസിക്കുന്ന, അവരുടെ ആദർശത്തെ കളിയാക്കുന്ന, അതുപോലെ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള 2 സ്ഥാനാർത്ഥികൾ. ഈ 2 സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തണം എന്ന വിഷയത്തിൽ 2 സുന്നികൾക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾക്കും അതുപോലെ EK സമസ്തയുടെ ആളുകൾക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നില്ല. കാരണം സുന്നികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഈ പാർട്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ പാർട്ടി 2 സുന്നികൾക്കും എതിരായതോടുകൂടെ സുന്നികൾ ഏകദേശം ഐക്യത്തിൻ്റെ പാതയിലാണ്. അത് ഒന്നായിട്ടില്ല എന്നുള്ളൂ, ഏകദേശം മാനസികമായി അവർ ഐക്യത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സുന്നികൾക്കും ഇവിടെ ഒരുപാട് ബാധ്യതയുണ്ട്. സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കുക, അഥവാ ഇപ്പോൾ സമസ്ത ഭിന്നിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അവിഭക്ത സമസ്ത തീരുമാനിച്ച, അത് 2 കൂട്ടർക്കും അവകാശപ്പെട്ടതാണല്ലോ,
ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം എന്താണ്? വഹാബിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും അവസാനിക്കുന്നതാണ്. ഈ പറയപ്പെട്ട പാർട്ടിയാണ് സമസ്തയെ രണ്ടാക്കിയത് എന്നതിൽ സംശയമില്ലല്ലോ. ഇവരെ ആദ്യം അവരെ കൂടെ നിന്നു എങ്കിലും അവസാനം ഇവരുടെ ആദർശം സംരക്ഷിക്കുവാൻ ആ പാർട്ടിയിലൂടെ കഴിയില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും അവർക്കെതിരെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും അതുപോലെ പേന കൊണ്ടും അവർക്ക് നീങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന് അനുഭവ യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിഭക്ത സമസ്തയുടെ ഗർജനം ആ സംഘടനയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ ലീഗിനെതിരെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന് തടസ്സം ചെയ്യുന്ന ആളുകൾക്കെതിരെയും ഗർജിക്കുന്ന ആ ഗർജനം നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. ഞങ്ങൾ അതിന്റെ ഭരണപരമാത്ത നിരക്ക് ആര് ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ഓടിക്കും. അത് ഒരു വഫാദിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങൾ ഖുർആൻ പേടിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം തീവ്രവരെ മുസ്ലിമില്ല. പിന്നെന്ത് മുസ്ലിം ചെയ്ത് പിന്നെന്ത് മറ്റേത്? അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ മേൽഘടകമാകുന്ന സംഘടന, ആ സംഘടനയുടെ ശല്യം സുന്നികൾക്ക് സഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഒരു 75-ന് ശേഷം ബാഫഖി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയൊക്കെ കാലശേഷം മുതൽ തുടങ്ങുന്നതാണ് ആ ശല്യം. അതുകൊണ്ട് തന്നെയാണ് സമസ്തക്ക് ജാമിയ നൂരിയ എന്ന് പറയുന്ന ഏക കോളേജ് ആദ്യമായി സമസ്തക്ക് നേടിത്തന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടാണ് ലീഗ് ഈ ശല്യം സുന്നികൾക്കെതിരെ തുടങ്ങിയത്. ജാമിയയാക്കിയ പഴയകാലത്തുള്ള മുഴുവൻ ഫൈസിമാരുടെയും ഉസ്താദായ ജാമിയയുടെ എല്ലാ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെതായിരുന്നു. അങ്ങനെ വളർത്തിയെടുത്ത ആ സ്ഥാപനത്തിനെ ഇവർ പിടിച്ചടക്കി അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പുകച്ച് പുറത്ത് ചാടിച്ച് അദ്ദേഹത്തെ അവിടെ പുറത്താക്കിയവരാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഇടക്കാലത്താണ് അദ്ദേഹം പോയതെന്നുകൊണ്ട് പൂച്ചക്കാട്ടേക്ക് പോയിട്ട് അവിടെയുള്ള മഹല്ല് കമ്മിറ്റിനെ സ്വാധീനിച്ച് അവിടുത്തെ വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പിരിച്ചു വിടിപ്പിച്ച സംഘടന കൂടിയാണ് ഈ സമുദായ പാർട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വോട്ട് പാർട്ടി എന്ന നിലക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. ഈ സ്ഥാനാർത്ഥി വഹാബികളാണ് എന്ന വിഷയത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സുന്നികൾ ചിന്തിക്കും. ഞങ്ങൾ സുന്നിയാണെന്ന് പറയും, എന്നിട്ട് പാർലമെന്റിലും നിയമസഭയിലും പോയിട്ട് നമുക്കെതിരെ ശബ്ദിക്കും. കിട്ടുന്ന അധികാരങ്ങളും കോളേജുകളൊക്കെ വഹാബികൾക്ക് പതിച്ചു നൽകും. ഇങ്ങനെ സുന്നിയുടെ ചെലവിൽ വഹാബിസം വളർത്തുക, സുന്നികളെ ചൂഷണത്തിലൂടെ ഉറക്കിക്കെടുത്തുക, ഇതാണ് ഈ പാർട്ടി ഇതുവരെ ചെയ്തത്. ആ പണി തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം ഇവിടെ എത്രയോ ആളുകൾ ആ പാർട്ടിയിൽ സുന്നികളായിട്ടുണ്ട്. ഇവർ കാലാകാലമായി വയസ്സായിട്ടും മത്സരിച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഏറ്റിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ഓരോ സ്ഥാനാർത്ഥികളുള്ളത്. അങ്ങനത്തെ അവരെ തന്നെ മത്സരിപ്പിക്കണമെന്ന ബുദ്ധി ലീഗിന് വന്നത് എന്തുകൊണ്ടാണ്? അവർ വഹാബികളാണ് എന്നതുകൊണ്ടാണ്. വഹാബി നേതൃത്വം അത് സമ്മതിക്കുന്നില്ല മാറ്റാൻ. അപ്പം അതുകൊണ്ട് വഹാബികളെ നമ്മുടെ ചെലവിൽ ജയിപ്പിച്ചു കൊടുക്കുക എന്ന് സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ കോപ്രയങ്ങളെ ഇരു സുന്നികളും കണ്ടറിയണം. അത് കണ്ടറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഭാവി നാം തന്നെ കുളം തോണ്ടുകയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം പറയുമ്പോൾ രണ്ട് സുന്നികളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത്. ഈ രണ്ട് സുന്നികൾക്കും ഈ പാർട്ടിയിൽ നിന്ന് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യഥാർത്ഥ അവകാശികളായ AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്തയുടെ ആളുകളായി എന്നതിൻ്റെ പേരിൽ ഈ ലീഗുകാർ ഇതുവരെയായി നമ്മുടെ മുമ്പിൽ വളരെ പരസ്യമായി അറിയപ്പെട്ട ധാരാളം 10ഓളം കൊലപാതകങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. എന്താണ് അവർ ചെയ്ത കുറ്റം? ലീഗിനെ അനുകൂലിച്ചില്ല എന്നുള്ളതാണ്. അത് 35 വർഷം മുമ്പാണ് അതിൻ്റെ തുടക്കം. ഈ കൊലപാതകങ്ങളുടെ ഈ വിഷയത്തിലുള്ള, അതിന് മുമ്പ് വേറെ ചെയ്തിട്ടുണ്ടാകാം, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സാത്വികനായ ബഹുമാനപ്പെട്ട സൂഫിവര്യനായ കുണ്ടൂർ ഉസ്താദിൻ്റെ മകൻ കുഞ്ഞുവിനെ റമദാനു ഷരീഫിൻ്റെ 27ാമത്തെ രാത്രിയിൽ കൊലപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി. എന്നിട്ട് ആ കൊലയാളിയെ രക്ഷിക്കുവാനും കൊലയാളികൾക്ക് എല്ലാ സമ്മാനം കൊടുക്കുവാനും അവരെ രക്ഷപ്പെടുത്താനും കോടതിയിൽ വാദിക്കാനും ഒക്കെ വളരെ ശക്തമായി അവരുടെ ഗൾഫ് ഘടകങ്ങളും മറ്റുമൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ കൊന്നതും പാർട്ടി, സംരക്ഷിച്ചതും പാർട്ടി, അവസാനം അദ്ദേഹത്തെ വെറുതെ. എന്താണ് ഇവർ ചെയ്ത കുറ്റം?
സുന്നിയായി എന്തൊറ്റ കുറ്റമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവരുടേതായ കോപ്രായങ്ങൾ അംഗീകരിച്ചില്ല എന്ന ഒരൊറ്റ കുറ്റത്തിന്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ എ.പി. അബൂബക്കർ മുസ്ലിയാർ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ സമസ്തയുടെ സുന്നിസത്തിന്റെ ആദർശം പുലർത്തി എന്ന ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിന് ശേഷമാണ് KTC അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ MSF എന്ന് പറയുന്ന ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ ഉപ്പയാവുന്ന കുട്ടിക്ക്, അയാൾ AP സുന്നിക്കാരനായിരുന്നു, നമ്മളെ യഥാർത്ഥ സമസ്തക്കാരനായിരുന്നു, അദ്ദേഹത്തെ പച്ചപ്പകല് വലിച്ചിട്ട് കൊന്നു കളഞ്ഞു. അതുപോലെ പൂക്കോടൻ അബ്ദു എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ മണ്ണാർക്കാട്ടെ 2 സഹോദരങ്ങളെ നൂറുദ്ദീൻ, കുഞ്ഞുഹംസ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളെ വളരെ മാരകമായി ഇവർ കൊന്നു കളഞ്ഞു. എന്താ കാരണം? ലീഗായില്ല, ലീഗിൻ്റെ ഉൾപ്പടിക്ക് നിന്നില്ല. കൊന്നു എന്ന് മാത്രമല്ല, കഷ്ണങ്ങളാക്കി നുറുക്കി അവസാനം മൂത്രം, അവരുടെ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം പാത്തി അവരുടെ വായിലൊഴിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കണ്ടു നിന്നവരുടെ വിവരണമുള്ളത്. ഇത്രമാത്രം ലോകത്ത് ദുരന്തങ്ങൾ മുസ്ലിം സമുദായത്തിനെ കൊന്നത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആളെ നമുക്ക് കാണാൻ കഴിയില്ല. കൊലപാതകം അണികൾ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ലീഗിനെ വിമർശിക്കാൻ കഴിയില്ല. ഏതെങ്കിലും അണികൾ ചെയ്ത് അത് പാർട്ടിക്ക് ബാധകമാണെന്നില്ല. പക്ഷേ ഈ കൊലപാതകം ലീഗ് തന്നെ ഏറ്റെടുത്തു എന്ന് അതിൻ്റെ സെക്രട്ടറി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും എന്നതിൽ സംശയിക്കേണ്ടതില്ല. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടി കേസ് നടത്തിയിട്ടുണ്ടെന്നും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞു. കൊലപാതകം നടന്നത് ആസൂത്രിതമല്ല, സംഘടനത്തിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ ലീഗ് നേതാക്കളോടൊപ്പം ഫോട്ടോ എടുത്തതിൽ തെറ്റില്ലെന്നും PMS സലാം ജിദ്ദയിൽ പറഞ്ഞു. അത് സംഘടനത്തിൽ കൊല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടല്ലേ, അപ്പുറത്ത് മരണമുണ്ടാവും, പുറത്ത് മരണം, 2 ഭാഗത്തും പരിക്കുണ്ടാവും. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറിച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇത് അവസാനത്തെ വിധിയല്ല, ഒരു ജില്ലാ കോടതി വിധി അവസാനത്തെ വിധിയല്ലല്ലോ, അതിന് മുകളിലൊക്കെ വിധികളുണ്ട്. വധശിക്ഷയല്ല, അതിനപ്പുറമുള്ള ശിക്ഷകളൊക്കെ വന്നിട്ട് പോലും. 2013 നവംബറിലാണ് പാലക്കാട് കല്ലാങ്കുഴിയിൽ പള്ളത്ത് നൂറുദ്ദീനും സഹോദരൻ ഹംസയും കൊല്ലപ്പെട്ടത്. അങ്ങനെ അവർ ചെയ്തു. പിന്നെ ഈ കാരണത്തിന് പേരിൽ മഹല്ലിൽ മുഴുവൻ ബഹിഷ്കരിക്കുക, എവിടെങ്കിലും നല്ലൊരു പരിപാടി നടത്തിയാൽ കൂകി വിളിപ്പിക്കുക, അണികളെ വിട്ടിട്ടും വാടക ഗുണ്ടകളെ വെച്ചിട്ടും, സമ്മേളനങ്ങൾ നടത്തിയാൽ അത് മുടക്കുക, അതുപോലെ മഹല്ലുകളിൽ ബഹിഷ്കരിക്കുക. മുമ്പൊക്കെ ഉണ്ടായിരുന്നത് മഹല്ല് അവരുത് മാത്രമാണ്, അവർക്കൊരാളെയും കടക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള തീരുമാനം ഉണ്ടായത്. അപ്പൊ അതൊക്കെ ഇപ്പൊ പ്രായോഗികമല്ലാത്തത് കൊണ്ട് അത് വല്ലാതെ പരിഗണിക്കലില്ല. പള്ളിയും മദ്രസയും പിടിച്ചടക്കുക, എല്ലാവർക്കും കൂടി അവകാശമുള്ള നമ്മുടെ പൂർവികന്മാർ പടുത്തുയർത്തിയ പള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ട് നാട്ടിൽ മദ്രസയും പള്ളിയും പിടിച്ചെടുക്കുക. പള്ളിക്ക് ഏതായാലും ശരി ഒരു ബോർഡും ഇതൊന്നുമില്ലല്ലോ. അപ്പൊ ആ പള്ളി പോലും, പള്ളി കമ്മിറ്റിയിൽ ഒരാളെ പോലും നമ്മളിൽ നിന്ന് എടുക്കൂല, ഉള്ളവരെ പുറത്താക്കും, ഉള്ളവരെ പീഡിപ്പിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. സർവ്വനിലക്കും പീഡനം, സർവ്വനിലക്കും ഏകാധിപത്യം, ഇതൊക്കെ ഈ പാർട്ടി പ്രസ്ഥാനത്തിനോട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ മഹല്ല് പള്ളിൻ്റെ അടുത്ത് തന്നെ വേറൊരു പള്ളി, ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്കത് അറിയാം എന്തിനത് 2 പള്ളി എന്ന് ചോദിക്കും. 2 ഒരേ ആശയക്കാരാണല്ലോ, രണ്ടിടത്ത് നടക്കുന്ന 20 റക്അത്ത് തറാവി കൂട്ടുപ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഈ 2 പള്ളി എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആദ്യത്തെ ആ പള്ളിയിൽ നമുക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു, അവിടെ സ്വാതന്ത്ര്യമില്ല, അവിടെ അമൽ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നടത്തപ്പെട്ടത്. അതുപോലെ വഹാബിക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന സമസ്തയുടെ നയം പഠിപ്പിക്കുന്ന മദ്രസ അവിടെ ഇല്ലാതെയാക്കി, അതൊക്കെ മദ്രസയിലെ ആ തീരുമാനങ്ങളൊക്കെ ഇല്ലാതാക്കി. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ സമസ്തയുടെ ആദ്യത്തെ ആദർശം പഠിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ടായത് കൊണ്ട് അവർ ആ വിഷയത്തിലുള്ളൊരു മദ്രസ ഉണ്ടാക്കി. അതുകൊണ്ടാണ് നാട്ടിലൊക്കെ 2 മദ്രസ വരെ അടുത്തടുത്ത് തന്നെ ചിലപ്പോൾ മദ്രസ, ചിലപ്പോൾ ഓരിച്ചത്, ചിലപ്പം വിഭജിച്ചതൊക്കെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഈ പാർട്ടി മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ വിള്ളലുകളും പിളർപ്പുകളുമാണ് നമ്മൾ മനസ്സിലാക്കണം. വേറെ ആരുമല്ല, ഇവർ മാത്രമാണ്. നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ, എല്ലാ പാർട്ടിക്കും മുസ്ലിം ഉണ്ടല്ലോ, അതിൽ എല്ലാ 2 മുന്നണിയിലുള്ള പാർട്ടിക്കാരും ലീഗ് ഒരു പക്ഷത്ത് മാത്രവും മറ്റുള്ള എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളും AP ഉസ്താദിൻ്റെ കൂടെ ഉള്ള സമസ്തയിലും അണിനിരന്ന രീതിയിലായിരുന്നു. ഇങ്ങനെ നാട്ടിൽ ഏകാധിപത്യത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും സ്വരം മുസ്ലിം സമൂഹത്തിൽ കൊണ്ടുവന്നത് ഈ ലീഗാണ് എന്നത് ഓർക്കാൻ. അന്നുള്ള പീഡനങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പോലീസിനെ വിട്ട്, ഭരണസ്വാധീനമുണ്ടല്ലോ, പോലീസിനെ വിട്ടിട്ട് അവരെ കൊണ്ട് ആക്രമിപ്പിക്കുക, വെറുതെ കേസാക്കുക, കോടതി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക,
ഇങ്ങനെ സുന്നികൾക്ക് നേരത്തെ പരിചയമുള്ളതല്ല ഈ പോലീസ് സ്റ്റേഷനിലും. കാരണം അവർ കുറ്റവാളികളല്ലല്ലോ, ഒരു കുറ്റം ചെയ്ത് പരിചയമില്ല, കുറ്റം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകളെ വെറുതെ പോലീസിനെ കൊണ്ട് വിളിപ്പിക്കുക, പീഡിപ്പിക്കുക, പലരെയും നിരപരാധികളെ പീഡിപ്പിക്കുക, പോലീസിനെ കൊണ്ട് അടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ ചെയ്തതാണ്. മാത്രമല്ല മതഭ്രഷ്ടരാണ് ഇവർ, മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് മതഭ്രഷ്ടരാണെന്ന്. കാരണം ഈ മാർക്സിസ്റ്റുകാരെ ഹലാലാണ് മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചെന്ന് വാഭഗീതങ്ങളാണ്. വാഭഗീതങ്ങളെ ചരിത്രമൊക്കെ അവർ വിട്ടിട്ട് മുസ്ലിങ്ങളെ മതഭ്രഷ്ടരായിട്ട്, നമ്മളെ ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയെ അനുകൂലിക്കണമെന്നോ അല്ലെങ്കിൽ ആ പാർട്ടി ചേരണമെന്നോ ആരോടും നമ്മളെ നേതാക്കളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മളെ പ്രതിരോധിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം മുന്നണിയായി മത്സരിച്ചതും സ്വന്തം ജില്ല വാങ്ങിയതും ആദ്യമായി മന്ത്രിയായതൊക്കെ ആ പാർട്ടി കൊണ്ടാണ് എന്നുള്ള കഥ ഇവർ മറക്കുകയാണ്. അതായത് ഇവരുടെ താല്പര്യത്തിന് വേണ്ടി ഇവർ ഏത് സത്യങ്ങളെയും അസത്യമായി അവതരിപ്പിക്കും. ഈ ഒരു സ്വഭാവമാണ് ഇവർക്കുണ്ടായിരുന്നത്. പോലീസിനെ കൊണ്ട് വിരട്ടുക, മതഭ്രഷ്ടരെന്ന് ആരോപിക്കുക, കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആരോപിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ പറയുമ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സഹായിച്ചത് കൊണ്ട് നമ്മൾ അവരെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസ്റ്റുകാരാണ്, ദൈവമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് സുന്നികളെ യഥാർത്ഥത്തിൽ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു. അന്ന് ഇവർ ഭരണം നടത്തുന്ന കാലത്ത് സുന്നികൾക്ക് അവരുടെ ബോർഡുകളിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ബോർഡുകൾ ഉണ്ടാവും, വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി പോലുള്ള, അതിൽപ്പെട്ട പല ബോർഡുകളിലും നാമമാത്രമായി ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത് തന്നെ ഇവർ ഭരിക്കുന്ന പല സമയത്തും ഒരു സീറ്റ് പോലും കിട്ടിയില്ല. വഹാബികൾ 8 ഖണ്ഡമായപ്പോൾ 8 കഷ്ണത്തിനും ഓരോ സീറ്റ് കൊടുത്തപ്പോൾ സുന്നികൾ എന്ന് പറയുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്നതിൽ പ്രധാന വിഭാഗമാവുന്ന സുന്നികൾക്ക് ഒരു സീറ്റ്, ഒരു ബോർഡിൻ്റെ മെമ്പർ സ്ഥാനം പോലും കൊടുക്കാതെ ഇവർ അവഹേളിച്ചു. ഇതൊക്കെ ഇവിടെ നടന്നു പോയതാണ്, പുതിയ തലമുറക്ക് അറിയില്ല. അതുപോലെ സ്കൂൾ അനുവദിക്കുമ്പോൾ ഇവർക്ക് ചെറ്റക്കുടിലിൽ, അതുപോലെ ഓല കൊണ്ട് മേഞ്ഞ ഷെഡിൽ പോലും സ്കൂളുകൾ അനുവദിച്ചപ്പോൾ എല്ലാ സൗകര്യവുമുള്ള മഅദിൻ സ്കൂൾ അടക്കമുള്ള പല സ്കൂളുകൾക്കും അനുമതി നിഷേധിച്ചു. ഒന്നും കൊടുത്തില്ല. കാരണം ഇവരെ അവഗണിക്കണം, പരിഹരിക്കാൻ പറ്റില്ല, ഇവർ സമുദായത്തിന് പുറത്തുള്ളവരാണല്ലോ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. അപ്പം നമ്മൾക്ക് സഹിക്കേണ്ടി വന്ന പഴയകാല പീഡനമാണിത്. ഇതൊക്കെ നടത്തിയ ഒരു പാർട്ടിക്ക് സമസ്തയുടെ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് 2 സുന്നികളും ഒന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്ത് ചെയ്യണം, പരിഹരിക്കാൻ നോക്കണം. എന്നാൽ ഇതൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും വിധിക്കപ്പെട്ടവരല്ലേ, പഴയ കഥയാണ്. ഇപ്പോൾ ഇവരൊക്കെ മർക്കസിലേക്ക് വന്നിട്ട് എ.പി. ഉസ്താദിനോട് പൊരുത്തപ്പെടിച്ചില്ലേ, മുലാഖാത്ത് നടത്തിയില്ലേ, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഇതൊക്കെ വിടാ, നല്ല പിള്ള ചമഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ അവർ എന്നൊക്കെ പറഞ്ഞത് ഇത് നല്ല പിള്ള ചമയൽ മാത്രമാണ്. 26-ാം തീയതി കഴിഞ്ഞു നോക്കിയാൽ ഇവരുടെ സ്വഭാവം അറിയാം. ഭരണം ഇല്ലാത്തത് കൊണ്ട് ഇവരിപ്പോൾ ഇവരുടെ തെറ്റ് തിരുത്തിയിരിക്കുന്നോ? മുമ്പ് നമുക്കെതിരെ നടത്തിയ അക്രമമർദ്ദന മുറകൾ അവർ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഭരണമില്ലാഞ്ഞിട്ട് പോലും റമദാനിൽ 27-ാമത്തെ രാത്രി കുഞ്ഞൂനെ കൊന്ന അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും തോന്നുന്നുണ്ട്. അന്ന് താനൂര് പള്ളി സുന്നികളുടെയും ആധിപത്യത്തിലുള്ള ആ പള്ളിയിൽ വന്നുകൊണ്ട് കച്ചറയുണ്ടാക്കി പള്ളി പൂട്ടിക്കാനുള്ള ശ്രമം നടത്തിയില്ലേ? ഇന്ന് UDF ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ആ പള്ളി പോയും പൂട്ടിക്കിടക്കുകയായിരിക്കും. അതുകൊണ്ട് അവരുടേതായ ആ പഴയ സ്വഭാവം മാറ്റി എന്ന് നിഷ്പക്ഷമതികളായിക്കൊണ്ട് നമ്മളിലുള്ള കുറേ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാപഢ്യമാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാവണമെന്നാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളോട് പറയാനുള്ളത്. ക്ഷമിച്ചില്ലേ പുറത്തില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഒരു സ്ഥാപനത്തിൽ വന്നാൽ എല്ലാം പുറത്തു ക്ഷമിച്ചു എന്നാണ്. അവിടെ ഇങ്ങനെ ക്ഷമയുടെയും പൊറുക്കലിൻ്റെയും കൊട്ട വെച്ചിട്ടല്ല വാരിക്കൊണ്ടുപോകാൻ. അതിനൊക്കെ പറഞ്ഞതായ രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇനി പുറത്തു കൊടുത്താലും ശരി ഇവരുടെ തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസമാണ് വാളക്കുളം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് മദ്രസയ്ക്ക് വേണ്ടി ഫില്ലർ തറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുയിൽ ഇവരാകെ മണ്ണ് നിറച്ച് കല്ല് നിറച്ചുകൊണ്ട് സുന്നികളെ ശല്യം ചെയ്തത്. ഇവർക്ക് ഭരണമില്ലാത്ത സ്വാധീനമില്ലാത്തൊരു കാലത്താണ് ഇത് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർ ഭരണമില്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഭരണം കിട്ടിയാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് ഭരണം കിട്ടാനുള്ള തെരഞ്ഞെടുപ്പല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ തനി പകർപ്പാണ് എല്ലാ തെരഞ്ഞെടുപ്പും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എ.പി. ഉസ്താദിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇതും ഞാൻ പറയാത്ത എത്രയോ പീഡനങ്ങൾ, പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. പലരോടും നമ്മളെ പണ്ഡിതന്മാർ പറയാറുണ്ട്, നിങ്ങൾ മഗ്‌രിബിന് മുമ്പ് വീട്ടിലെത്തണം, എവിടെ എത്തണമെങ്കിൽ എത്തണമെന്ന്. രാത്രിയിൽ പുറത്തിറങ്ങി നടന്നാൽ നിങ്ങളെ വഞ്ചിച്ച് ഇവർ ആക്രമിക്കും, കാരണം 10 കൊലപാതകങ്ങളൊക്കെ ഇവിടെ നടത്തിയ അനുഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ നമ്മൾ ഉപദേശിക്കുമായിരുന്നു. എന്നാൽ അന്ന് അവരെ കൂടെ ഉണ്ടായിരുന്ന EK വിഭാഗം എന്ന് പറയുന്ന സമസ്തക്കാർ
അവർക്കെതിരെയും ഇവർ ശക്തമായ നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇത് കാരണം? അവർക്കും സുന്നി ആദർശങ്ങൾ ഇങ്ങനെ ബലികഴിക്കാൻ പറ്റൂല. സുന്നി ആദർശങ്ങൾ തുറന്നു പറഞ്ഞ് അതിനു വേണ്ടി നിലകൊള്ളണം. ഈ പാർട്ടിയുടെ സുന്നി വിരുദ്ധ പരിപാടികളൊക്കെ നിരാകരിക്കണം, അത് പ്രതിരോധിക്കണം എന്നതുകൊണ്ട് അവരാ നിലക്ക് നീങ്ങിയപ്പോൾ അവരെയും കണ്ടുകൂടാത്ത അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് അവരെയും തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പല രംഗത്തും അവരെ അവഹേളിക്കുവാനും അവരുടെ പ്രഭാഷണങ്ങളിലും മറ്റും അവരുടെ പ്രസിഡന്റിനൊക്കെ പല നിലക്കും തെറി പറയാനും സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുവാനും ഒക്കെ അവർ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവരുടെ വിഭാഗം തീരുമാനിച്ച CIC ആ ബഹിഷ്കരണത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ അതിൻ്റെ ഈ പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ അതിൻ്റെ കാവലാളായി മുന്നോട്ട് പോകുന്ന കഥയാണ് കാണുന്നത്. ലീഗ് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി അവർക്കെതിരെ EK വിഭാഗം ശക്തമായി മുന്നോട്ട് നീങ്ങാറുണ്ട്. അതുകൊണ്ട് EK വിഭാഗത്തിന് എന്തെങ്കിലും ഒരു നേട്ടം വരുന്നതിനെ പോലും അവർ ഇന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുകയും അതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതാണ് കഴിഞ്ഞ ദിവസം അവരുടെ സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു സർക്കാരിൻ്റെ പരസ്യത്തിനെതിരെ നാട്ടിലാകെ ഉറഞ്ഞുതുള്ളിക്കൊണ്ട് ആ സുപ്രഭാതം കത്തിക്കുകയും അങ്ങനെ ഇവരെ വികാരഭരിതരാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഒരു ദൃശ്യം കൂടെ നമുക്ക് കാണാം. പരസ്യപ്പത്തന്നെ ചെല്ലണം. അങ്ങനെ സുപ്രഭാതം പ്രതിഷേധാർഹം സുപ്രഭാതം മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവ് EK വിഭാഗം പണ്ഡിതന്മാരുടെ തലക്കെട്ടിന് ഇദ്ദേഹം ഒരു വിശേഷണം കൂടി പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കി എന്നിട്ട് വോട്ട് ചെയ്യും. തുലാമാസത്തിൽ പിന്നെ പോത്തു ദൂര്യമായുള്ള തലകെട്ടും കെട്ടിക്കാണ്ടുള്ള മൂല്യന്മാരൊന്നും ഇല്ലായിരുന്നേ. ഇത് നടക്കാൻ ലീഗിൻ്റെ ആൾക്കാരെ ഉണ്ടായിരുന്നേ. വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനം ഉണ്ടാക്കാനും അതിന് കായ് ഉണ്ടാക്കാനും വെള്ള കായ് മുഴുവനും അന്ന് എൻ്റെ വാപ്പാൻ്റെയും ഇവരൊക്കെ കായ് കൊടിഞ്ഞിലൊക്കെ ഉണ്ടാക്കിയ പിന്നെ യോഗത്തിനൊക്കെ കായ് ലക്ഷക്കണക്കിന് ഉറുപ്പിക അന്നൊക്കെ ഓരോ സ്റ്റേജ് ഉണ്ടാക്കാനും ഇതിനൊക്കെ വയറിളക്കിയത്. ആ സാമസ്ഥാൻ്റെ മൂടിയാണ് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഇനി വിവാദത്തിൻ്റെ ദിനപത്രം കത്തിച്ചുവെങ്കിൽ പള്ളിയിലൊക്കെ ഇതുവരെ അവർ ആചാരമാക്കി വെച്ചിരുന്ന സുപ്രഭാതത്തിൻ്റെ കലണ്ടറും അവിടെ വില വെക്കൂല, അവിടെ നിർത്താൻ പറ്റൂല എന്നാണ് പുതിയ തീരുമാനം. അതിൻ്റെ ദൃഷ്ടം കൂടി കാണാം. ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആരെയും എന്തിനേയും വകവെക്കാതെ ഏകാധിപത്യമായി അടിച്ചു മാറ്റുക എന്ന പഴയകാലം 89 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ അവർ തുടർന്നു വരുന്ന സ്വഭാവം ഇന്ന് EK വിഭാഗത്തിനെതിരെയും അവർ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കലണ്ടർ അടിച്ചു മാറ്റുന്നതും അതുപോലെ സുപ്രഭാതം കത്തിക്കുന്നതുമൊക്കെ. ചന്ദ്രിക വികസന നാഗരികയെ ഇവർക്ക് ആരോടാ വെറുപ്പ്? എന്തായി കാണുന്നു? അച്ചടി പെശകൊന്നുമില്ലല്ലോ. ശരിക്കും നോയിക്കോ മൂരികളെ. ഇത്തരം ആളുകൾക്ക് LDFൻ്റെ ഒരു പരസ്യം വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആദ്യമായി ഇവരെല്ലാം കത്തിക്കേണ്ടത് സ്വന്തം മുഖപത്രമായ ചന്ദ്രികയാണ്. കാരണം ആ ചന്ദ്രികയിലും ഗൾഫിൽ ഇറങ്ങിയ എഡിഷനുകളിലൊക്കെ ജനനായകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിണറായിയെ വലിയ ഫോട്ടോ കൊടുത്തുകൊണ്ട് അവർ പരസ്യം വാങ്ങിയിരുന്നു. ഇപ്പോൾ പരസ്യത്തിന് വേണ്ടിയാണ് പത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പരസ്യം സുന്നികൾക്ക് കിട്ടാൻ പാടില്ല, പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ധിക്കാര മനോഭാവമാണ് അതിൻ്റെ പിന്നിലുള്ളത്. സുപ്രഭാതം കത്തിച്ചതിനെതിരെ ലീഗിനെതിരെ മലപ്പുറത്തുള്ള SKക്കാർ ശക്തമായൊരു പ്രകടനം നടത്തിയതിൻ്റെ മലപ്പുറത്ത് SKSSFകാർ നടത്തിയ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളും കൂടി കാണാം. ഇവർ പാർട്ടിക്കെതിരെ ഇതുവരെ പിന്തുണച്ച പാർട്ടിക്കെതിരെ പ്രകടനം നയിക്കേണ്ട ഗതികേടിലേക്ക് ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി ഇവരെ നയിച്ചുവെങ്കിൽ ആ പാർട്ടിയുടെ ദുരൂഹതകൾ കണ്ടറിയാൻ ഇനിയെങ്കിലും ഇവർ തയ്യാറാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അധികാരികളെ കണ്ണു തുറക്കൂ. SKSF
ചുരുക്കത്തിൽ ഇവർക്ക് സുന്നി പറയുന്നവരെ കണ്ടുകൂടാ, രണ്ട് വിഭാഗത്തിലും പെട്ട സുന്നികളെ കണ്ടുകൂടാ, അവരെ തകർക്കണം. അതിനുവേണ്ടി വഹാബി സ്ഥാനാർത്ഥിനെ തന്നെ, ലീഗിൽ ഇതല്ലാത്ത സ്ഥാനാർത്ഥികൾ എത്രയോ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ആക്കാതെ രണ്ട് സ്ഥാനാർത്ഥിയെയും സുന്നി വിരുദ്ധരാക്കി. ഇങ്ങനെ സുന്നികളെ എങ്ങനെയൊക്കെ അടിച്ച് ഏൽപ്പിച്ച് അവരെ പീഡിപ്പിക്കാൻ കഴിയുമോ, അവരെ വോട്ട് വാങ്ങും വേണം, സുന്നികളുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കില്ല, ഈ രീതിയിലുള്ള പീഡനത്തിന് അവർ ശ്രമം നടത്തിയപ്പോൾ മറുവിഭാഗം പണ്ഡിത സംഘടനയും ഒക്കെ അതിനെ നീങ്ങി തുടങ്ങിയത് സ്വാഗതാർഹമാണ്. പക്ഷെ ഇതൊരു ആത്മാർത്ഥമായ നീക്കമായിട്ട് അവരെ തെറ്റുതിരുത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഉണ്ടാവണം. അവസാനം വരെ അതിൻ്റെ കൂടെ ഉണ്ടാകലാണ് നിങ്ങളുടെയും പ്രസ്ഥാനത്തിന് നല്ലത്, നിങ്ങൾ പുലർത്തുന്ന സുന്നി ആദർശത്തിന് നല്ലത് എന്ന് നമുക്കൊരു ഉപദേശമായി പറയാനുണ്ട്. അവരെ ഒരു നിലക്കും പരിഗണിക്കപ്പെടുന്നത് ഇവർക്ക് കണ്ടുകൂടാ. മുമ്പ് പിണറായി വിജയന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ആലിക്കുട്ടി മുസ്ലിയാരെ വിളിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി, ജാമ്യയുടെ പ്രിൻസിപ്പാളായ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, ജാമ്യയിൽ ഉണ്ടാവില്ല നിങ്ങളെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം അവിടെ കീഴടങ്ങി പോയില്ല പരിപാടിക്ക്, അയാൾക്ക് അസുഖമായി മാറി അന്ന്. ഇങ്ങനെ പല പരിപാടിയിലും സുന്നികൾക്ക് ഒരു മൈലേജ് കിട്ടുന്ന വിഷയമുണ്ടോ അതൊക്കെ അവർ തകർക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് സുന്നികൾക്കും ലീഗ് ചേരില്ല. അത് പാർട്ടി അടിസ്ഥാനത്തിൽ തന്നെ അവരെതിരാണ്, സ്ഥാനാർത്ഥി അടിസ്ഥാനത്തിൽ സമസ്തയുടെ നയം നിലനിൽക്കുകയുമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നമ്മുടെ നീക്കങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോൾ അവസാനം ലീഗുകാർ പറയാറുണ്ട്, ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെയൊക്കെ ബാധ്യത എന്ന് തോന്നും. ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മുസ്ലിം സമുദായത്തിലെ മറ്റാരോടും സംസാരിക്കില്ല, അവർ സ്ഥാനാർത്ഥിയെ നിർത്തും, നമ്മളാ വോട്ട് ചെയ്ത് കൊടുക്കണം, ചെയ്തില്ലെങ്കിലോ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവർ. എന്നാൽ ഈ സ്ഥാനാർത്ഥിനെ നിർത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥാനാർത്ഥി എല്ലാവരും കൂടി കൂടിയിട്ട് നിർത്തല്ലേ എന്ന് പറയുമ്പോൾ അതിന് തയ്യാറില്ല. ഇവർ ഉണ്ടാക്കുന്ന ഈ വഹാബി സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരാണ് നിർത്തുക, അവർ സമുദായത്തിന്റെ സഹായകരായിട്ട് സേവനം ചെയ്തു കൊടുക്കുക, അവർക്ക് വോട്ടാണ് ചെയ്തു കൊടുക്കുക. ഈ പറയപ്പെട്ട ചെണ്ടിത്തരമാണ് ലീഗ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വൈകിയ മറുവിഭാഗം സുന്നികളും ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഒരു ബാധ്യതയാണ് എന്നത് ഏറ്റെടുക്കണമെന്നാണ്, ഇടയ്ക്ക് വെച്ച് മാറരുത് എന്നാണ് അവരോട് ഉപദേശിക്കാനാണ്. മാറിയാൽ പിന്നെ ഏതായാലും ശരി, ഞങ്ങൾ അനുഭവിച്ച മുഴുവൻ പീഡനങ്ങളും നിങ്ങൾക്കെതിരെ വരാനിരിക്കുന്നു, അന്നേരത്തിന് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് മാത്രം. ഇതുവരെയും രണ്ട് സുന്നികളെയും ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ നേടിയെടുത്ത ഈ ശക്തിയെ മുഴുവനും നിങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ നീങ്ങണം എന്നാണ് പറയാനുള്ളത്. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ ജയിപ്പിച്ചാണ്ട് വിട്ടിട്ട്, സമുദായത്തിന്റെ ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് ജയിപ്പിച്ചാണ്ട് വിട്ടിട്ട് പാർലമെന്റിൽ പോയിട്ട് എന്തെങ്കിലും സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ? മുമ്പുണ്ടായിരുന്ന സേട്ടു സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നല്ലാതെ ഇപ്പൊ പോയ ആളുകള് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമം, മുത്തലാഖിന്റെ വിഷയം വരികയാണെങ്കിലും NIA ബില്ല് വരികയാണെങ്കിലും UAP വിഷയം വരികയാണെങ്കിലും പലരും അവിടുന്ന് ചിലപ്പം പ്രസംഗിക്കും, എന്നിട്ട് ഇറങ്ങിപ്പോകും. വോട്ടിങ്ങിനെതിരായി വോട്ട് ചെയ്തിട്ട് ഒരു ശബ്ദമാണെങ്കിൽ ഒരു ശബ്ദമെങ്കിലും അവിടെ കാണിക്കാൻ ഇവർ തയ്യാറാവില്ല. ഇങ്ങനെ ചിലർ ബിരിയാണി അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും, ചിലർ ബോംബെക്ക് ടൂർ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ആ സമുദായത്തിന് വേണ്ടി പറഞ്ഞയച്ച ആളുകൾ അവിടെ തലാഖിന്റെ ചർച്ച നടക്കുമ്പോൾ അവിടെ പാർലമെന്റിൽ ഇല്ല. ഇങ്ങനത്തെ ആളുകളെ പറഞ്ഞയച്ചിട്ട് സമുദായത്തിന് എന്താ കാര്യമുള്ളത്? സമുദായം എന്ന് പറഞ്ഞപ്പോൾ വഹാബികളൊക്കെ കൂട്ടിയിട്ടുള്ള വിഭാഗമാണ്. അപ്പൊ അങ്ങനത്തെ വഹാബികൾ ഉൾപ്പെടുന്ന അവർക്കേനെന്താ പ്രയോജനമുള്ളത് ഇങ്ങനത്തെ ആളുകളെ പാർലമെന്റിലേക്ക് അയച്ചിട്ട്? അപ്പൊ അതൊന്ന് ഉണർന്ന് ചിന്തിക്കണം സമുദായം മൊത്തം, പ്രത്യേകിച്ച് സുന്നികളിൽപ്പെട്ട രണ്ട് വിഭാഗവും എന്ന് നമ്മൾ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. രണ്ട് സുന്നിയെയും ചൂഷണം ചെയ്യുക എന്ന ഒരു പരിപാടിയല്ലാതെ അവർക്കൊന്നുമില്ല. സമുദായ വിഷയത്തിൽ പാർലമെന്റിൽ ശബ്ദിക്കാൻ അവർക്ക് അറിയില്ല, കഴിയില്ല. അതുകൊണ്ട് അവരെ ബഹിഷ്കരിക്കൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുന്നികൾക്ക് ചെയ്യാനുള്ളത്. എന്നാലേ അവർ പാഠം പഠിക്കൂ. അവർ നല്ല നിലക്ക് വന്നാൽ പിന്നെ പരിഗണിക്കുന്നവർക്ക് പരിഗണിക്കാമെന്ന് മാത്രം. ഇതൊക്കെ പറയുമ്പോൾ ചില നിഷ്പക്ഷമതികളായ ആളുകൾ പറയാറുണ്ട്, ഇതൊക്കെ ചെയ്തത് ലീഗ് മാത്രമല്ലേ, എന്നാൽ നമുക്ക് കോൺഗ്രസ് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും മറ്റു തെരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസിനെ പിന്തുണച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഭരിക്കുന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വവും ഒന്നാമത്തെ കക്ഷിയും കോൺഗ്രസ് ആണ് എങ്കിലും ലീഗിൻ്റെ ഹൈജാക്കിന് മുമ്പിൽ കോൺഗ്രസിന് ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കോൺഗ്രസിലെ നേതാക്കന്മാരിൽ ചിലരുടെ മനസ്സ് നമ്മോട് വളരെ അനുകൂലമാണ്. പലതും നമുക്ക് ചെയ്തു തരണമെന്നും അന്നും ഇന്നും എന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്കത് ചെയ്യാൻ വേണ്ടി കൂട്ടാക്കിയാൽ ഭരണം പിൻവലിക്കുമെന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് അവർ നിസ്സഹായരാണ്. ഇങ്ങനെയുള്ള നിസ്സഹായരുണ്ടാവുമ്പോൾ അവരെ പിന്തുണച്ചതുകൊണ്ടും സുന്നികൾക്ക് പ്രത്യേകമായ കാര്യമില്ലല്ലോ. ഒന്നിരിക്കൽ സഹായിക്കാൻ കഴിയണം, സ്വന്തം സഹായിക്കാൻ കഴിയണം, അല്ലെങ്കിൽ സഹായിക്കുന്നവരെ തടയാതിരിക്കാൻ കഴിയണം. അതിനൊന്നും കഴിയാത്ത കോൺഗ്രസ്, ആ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി ഒരിക്കലും തന്നെ സുന്നികൾക്ക് ആശാസ്യകരമായിട്ട് തോന്നിയിട്ടില്ല ഒരു കാലത്തും. ഒറ്റപ്പെട്ട ചില സഹായങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തികളൊക്കെ ചെയ്തു തരുമെന്നല്ലാതെ ഈ മെമ്പർമാരെ എടുക്കുന്ന സമയത്തും നല്ലൊരു ശതമാനം സുന്നികൾ വോട്ട് ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിലേറിയത്. അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് പോലും ഒരു മെമ്പറെങ്കിലും ഇവർക്ക് വഖഫ് ബോർഡിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് നേടിയെടുക്കാനുള്ള ത്രാണിത്വം വന്ന് കോൺഗ്രസിന് ഉണ്ടായില്ല. ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ അവർ വഴങ്ങേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ കഥ പറയുമ്പോൾ UDF ആണോ LDF ആണോ എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ UDF വേണമെന്ന് പറയാൻ യഥാർത്ഥ സുന്നിക്ക് കഴിയില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യം, സംഘപരിവാർ അവിടെ പിടിമുറുക്കുകയാണ്. അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കൽ ആവശ്യമാണ്. ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാകുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനെ നമ്മൾ വിജയിപ്പിക്കൽ ആവശ്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇവിടെ ആ കോൺഗ്രസ് നമ്മളോട്, മുസ്ലിം സമുദായത്തോട് ഇതുവരെ പുലർത്തിയതായ ചില കഥകളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷെ വിശദമായി പറയാൻ ഇവിടെ സമയമില്ല എന്നതുകൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ NDA ആണ് കോൺഗ്രസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആപേക്ഷികമായിട്ട് കേന്ദ്രത്തിൽ BJPയെ തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ വരണം. കോൺഗ്രസിന് സ്വന്തം വരാൻ കഴിയില്ല. കോൺഗ്രസ് വന്നാൽ എല്ലാം ശരിയാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നതും ശരിയല്ല. കാരണം ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്ന മുഴുവൻ നിയമങ്ങളും മുമ്പ് കോൺഗ്രസ് കൊണ്ടുവന്നത് പരിഷ്കരിച്ചിട്ടാണ് BJP നടപ്പിലാക്കുന്നത്. എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് BJPയെ തയ്യാറാക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുമെന്ന് വിചാരിച്ച് നമ്മുടെ 19 MPമാരും നമ്മൾ കോൺഗ്രസിൻ്റെ വിജയിപ്പിച്ചു വിട്ടു, UDFൻ്റെ വിജയിപ്പിച്ചു വിട്ടു. LDFൻ്റെ ഒരു MP മാത്രമാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് മഹാ അബദ്ധമാണ് പറ്റിയത്. നമുക്കറിയാം, ഒരാളെപ്പോലും കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനോ കേരളത്തിൽ അഴിഞ്ഞാടുന്ന ഗവർണറുടെ തീരുമാനത്തിൽ നീങ്ങുവാനോ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ അത് ചോദിച്ചു വാങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന സംഖ്യമണമുള്ള സുധാകരൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ പോയി കളക്കാം. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിഷ്പക്ഷമതികൾ ചിന്തിക്കണം. അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ് അവരുടേതല്ല ഇവിടെ കേരളത്തിലുള്ളത് എന്നതുകൊണ്ട് ഈ രാജ്യത്ത് ഒന്നും വരാൻ പാടില്ല, ഒരു പുരോഗതി ഉണ്ടാകാൻ പാടില്ല, ആരൊക്കെ എതിർത്താലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറയുന്ന കൊലവിളിയാണ് ഈ പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. ഞങ്ങളവിടെ പോയി കളക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളതിനൊന്നും തയ്യാറല്ല എന്നാണല്ലോ. അപ്പം കഴിഞ്ഞ തവണ BJPയെ പേടിച്ചിട്ട് കോൺഗ്രസിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടത് അമളിയായിരുന്നു എന്ന് നിഷ്പക്ഷമതികൾക്കും മതേതര വിശ്വാസികൾക്കും ബോധ്യമായിട്ടുണ്ട്. പാർലമെന്റിൽ ഉള്ള ഒരു MP മറുവശത്തുള്ള അദ്ദേഹത്തിന് ശബ്ദം പോലും ഈ 19 ആൾക്ക് മുഴക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടുകൂടെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം, ഡാഡ എന്ന് പറയുന്ന ഭീകര നിയമം, ഭീകരവാദികളെ തടവിലാക്കണമെന്ന നിയമം, അതുപോലെ തന്നെ മറ്റൊന്നാണ് പോട്ട, അതുപോലെ മിസ, അതുപോലെ UAPA, NIA, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതാരാണ്? കോൺഗ്രസ് ആണ് ഇവിടെ പാർലമെന്റിൽ കൊണ്ടുവന്നത്. BJP പ്രത്യേകമായി ഇങ്ങനെയുള്ളൊരു നിയമങ്ങൾ കൊണ്ടുവന്നാൽ നമുക്കറിയില്ല. പക്ഷേ 2019 വരെയും ആ നിയമങ്ങൾ അങ്ങനെ നിലനിൽക്കുകയായിരുന്നു. പക്ഷെ BJP വന്നപ്പോൾ അതിനൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി. ആ മൂർച്ച കൂട്ടുന്ന സമയത്ത് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് പല വിഷയങ്ങളിലും കോൺഗ്രസ് നിന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ കൊണ്ടുവന്ന നിയമങ്ങൾ UAPA, NIA, ഡാഡ, പോട്ട, മിസ തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അതിന് ഇപ്പോൾ 19 BJP ഒന്ന് മൂർച്ച കൂട്ടി കുറച്ച് ഭേദഗതി നടത്തി. CAA എന്ന് പറഞ്ഞാൽ തന്നെ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഭേദഗതി നിയമം. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മുമ്പത്തെ ഭേദഗതി അല്ലാതെ പിന്നെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ 19 അമിത്ഷാ കൊണ്ടുവന്ന ഭേദഗതിയാണ് അതിനുള്ളത്. അതിലാണ് ഭീകരമായ അവസ്ഥ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? കോൺഗ്രസ് അങ്ങനെ ചെയ്തത് ആസാമിലാണ് ഈ CAAയുടെ പഴയ വകുപ്പ് അരങ്ങേറുന്നത്. ആസാമിൽ ബംഗ്ലാദേശിൽ നിന്ന് കുറേ മുസ്ലിങ്ങൾ വന്ന് കുടിയേറി താമസിച്ചവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ആസാമിലെ ബംഗാളി സംസാരിക്കുന്ന
ബംഗാളികളായി കയറി വന്ന ആസാമികൾക്ക് അവിടെ പൗരത്വം കൊടുക്കരുത്, അവർക്ക് ആനുകൂല്യം കൊടുക്കരുത്, അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആസാം ഗണ പരിഷത്ത് അവിടെ സമരം നയിച്ചു. അന്ന് രാജീവ് ഗാന്ധി സർക്കാരാണ് അവരുടെ ആ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് CAA എന്ന നിയമം അന്ന് കൊണ്ടുവന്നത്, എന്ന് വെച്ചാൽ കുടിയേറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. അതിപ്പോൾ BJP ഒന്ന് ശക്തിപ്പെടുത്തി എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ ബേസിക് അവർ തന്നെയാണ്. 1987 ആ സംഭവം നടക്കുന്നത്. ബൂട്ടാ സിംഗ് എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. അന്നും LDF എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷം ദേശീയ ഇടതുപക്ഷം അതിന് ശക്തമായി എതിർക്കുകയും അതിനെതിരെ സമരം നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിയമം കൊണ്ടുവന്നവരാണ്. അതുപോലെ അത് 19 അമിത്ഷാ ഒന്ന് BJP അതൊന്ന് മൂർച്ച കൂട്ടി എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടുണ്ടായുള്ളത്. മാത്രമല്ല അത് മൂർച്ച കൂട്ടുന്ന സമയത്ത് കോൺഗ്രസ് എന്താ ചെയ്തത്, മിണ്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ അവരവിടെ പാർലമെന്റിൽ ഇരുന്നു. അങ്ങനെ പാസ്സാക്കി. 1967 കൊണ്ടുവന്ന UAPA നിയമം അതെന്തിനു വേണ്ടിയാണ്? കുറ്റവാളികളാണെന്ന് സംശയിക്കപ്പെടുന്നവരെ പിടിച്ചാൽ വിചാരണ കൂടാതെ തടവിലിടാം എന്ന നിയമമാണ് അതിൻ്റെ അടിസ്ഥാനം. അത് കൊണ്ടുവന്നത് 1967 കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. അതാണ് ഇപ്പോൾ ഒന്നും കൂടി ശക്തി കൂട്ടിയിട്ട് BJP അവതരിപ്പിച്ചത്. എന്നാൽ ആ ശക്തി കൂട്ടി ഭേദഗതി വരുത്തിയപ്പോൾ ലോക്സഭയിൽ ഇവർ വല്ലതും എതിർത്തോ? പാസ്സാക്കിയപ്പോൾ അവർ മിണ്ടാതെ നിന്നു. NIAക്ക് കോൺഗ്രസ് പിന്തുണ കൊടുത്തു. NIA പരിഷ്കരിച്ചപ്പോൾ ലോകസഭയിൽ എതിർക്കുകയും രാജ്യസഭയിൽ പിന്തുണക്കുകയും ചെയ്തു NIA. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ചെയ്ത് മുസ്ലിം സമുദായത്തൊക്കെയാണല്ലോ ഇത് വാദിക്കുന്നത് പ്രധാനമായിട്ട്. അതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാക്കി നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ബാബരി മസ്ജിദിന്റെ വിഷയത്തിലും കോൺഗ്രസ് വഞ്ചനാപരമായ നീതിയോടൊപ്പം നിൽക്കാത്ത സമീപനമാണ് സ്വീകരിച്ചത്. 1948 അവിടെ സ്വയംഭൂവായല്ലോ ഒരു ബിംബം. അന്ന് അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അത് താമസിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടായത്. അന്ന് നെഹ്റു പോലും പറഞ്ഞു അത് ആ നദിയിലെറിയണമെന്ന്. അതൊന്നും പരിഗണിക്കാതെ അവിടുത്തെ UPയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി അത് ഒരു പ്രശ്നമാക്കി നീട്ടി ഹിന്ദുക്കളെ വോട്ട് തട്ടാമെന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അത് അവർക്ക് തന്നെ ഭീഷണിയായി. ആ വോട്ട് തട്ടലൊക്കെ മറുവിഭാഗം കൊണ്ടുപോയി. ഇപ്പം ആ പള്ളി തകർത്തെടുത്ത് ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് വെള്ളിക്കുടുക്ക നേർച്ചയാക്കിയവർ ഈ കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഒക്കെയാണ്. അതുപോലെ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്? ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയല്ലോ, കോൺഗ്രസ് മൗനസമ്മതമായിരുന്നു. ഇങ്ങനെ ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് BJPയെ തകർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നതെങ്കിൽ പൊട്ടത്തരമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലക്ക് മാത്രമേ കോൺഗ്രസിനെ നമുക്ക് BJPക്കെതിരെ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് ചുരുക്കം. BJP 100% ഫാസിസമാണെങ്കിൽ 50% ഫാസിസമാണ് കോൺഗ്രസ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. കാരണം ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് ഉണ്ടാട്ടമില്ല. CAA നിയമം വന്നപ്പോൾ അതിനെതിരെ എതിർക്കുന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഔദ്യോഗിക രേഖയാവുന്ന പ്രകടന പത്രികയിൽ 2 വാക്ക് എഴുതി ചേർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. എന്താ കാരണം? അവരെ നയം അത് തന്നെയാണ്, അവരുണ്ടാക്കിയ നിയമമാണത്. അത് എതിർക്കാനൊന്നും തയ്യാറില്ല. പിന്നെ കണ്ണുപൊടിയിടാൻ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇവിടുത്തെ ലീഗിനൊക്കെ ഒന്ന് പൊട്ടീസാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും. ഇപ്പോൾ ആ പെണ്ണ് കോൺഗ്രസിൻ്റെ സഹോദരി ഉണ്ടല്ലോ, അത് ഇവിടൊക്കെ വന്നുകാണ്ട് CAA നടന്ന് റദ്ദാക്കും മറ്റൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആണത്തമുണ്ടെങ്കിൽ ഇത്രമാത്രം രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു വിഷയമാണെങ്കിൽ പ്രകടന പത്രികയിൽ 2 വരി എഴുതാൻ അവർ ധൈര്യം കാണിച്ചോ? അതിനവർ കാണിക്കൂല. മുസ്ലിങ്ങളെ വഞ്ചിക്കുക എന്നുള്ളതാണ് അവർ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള സമീപനം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ പരിഷ്കരണം കൊണ്ട് കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയായിട്ട് പോയിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ശക്തമായ LDFിൻ്റെ പ്രതിനിധികളാണ് അവിടെ വേണ്ടത്. LDFിൻ്റെ പ്രതിനിധികൾ UPA ഗവൺമെൻറ് വന്ന സമയത്തും അവർക്ക് ഇവിടുന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് അവർ ഭരിച്ചപ്പോൾ നല്ല ഭരണമായിരുന്നു. അങ്ങനെ രാജ്യത്തിന് ഗുണമല്ലാത്ത ചില 1, 2, 3 കരാറിലൊക്കെ ഒപ്പുവെക്കുമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അവർ പിൻവലിച്ചത്. ഇങ്ങനെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ മാത്രം അംഗങ്ങളെ കിട്ടാൻ സാധ്യതയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വോട്ട് ചെയ്തുകൊണ്ട് പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന അനുഭവം നമുക്ക് കഴിഞ്ഞ കാലത്തൊക്കെ കണ്ടത് ഈ പാർട്ടിയിലൂടെയാണ്. അവർക്ക് കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാവണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ടോ അതിനെ അനുകൂലിച്ചതുകൊണ്ടല്ല. ഇവിടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ശബ്ദമെങ്കിലും മുഴക്കാൻ ഈ 18-19 ആളുകളെ ഇവിടുന്ന് പറഞ്ഞയച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ആ സ്ഥാനത്ത് LDF ആയിരുന്നുണ്ടെങ്കിൽ ഭരണമൊന്നും ഇത്രമാത്രം ശോചനീയമായ അവസ്ഥയിലാവില്ല. അവിടെ ഗർജിക്കാനെങ്കിലും കുട്ടികളുണ്ടാവുമായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തർക്ക് ഭാഷ തന്നെ തിരിയുമെന്നറിയില്ല. ഇവിടുന്ന് പോയ ഓരോരുത്തർക്ക് ഇവിടെ കോഴിക്കോടൊക്കെ ഉള്ള ഒരാളുടെ അയാൾ എന്തെങ്കിലും ഒരു പാർലമെന്റിൽ എന്തെങ്കിലും അവതരിപ്പിച്ചതായിട്ട് ശബ്ദിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണിപ്പോൾ കോൺഗ്രസിന് നമ്മൾ പറഞ്ഞേക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഫാസിസത്തിൻ്റെ എല്ലാ പ്രതിരൂപങ്ങളും ഉൾക്കൊണ്ട BJPയെ തകർക്കാൻ വേണ്ടി
തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലക്ക് 50% ഫാസിസമായ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ അതിന് കേരളത്തിൽ നിന്നും കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും ഇവിടെ BJP ഭരിക്കുന്നുള്ള ഒരു പേടില്ല, ഒരു MP പോലും അവർക്ക് ഉണ്ടാവുന്നുള്ള ഭയം ആർക്കില്ല. അങ്ങനെ ഭയമുള്ളിടത്ത് പരസ്പരം സഹകരിച്ചുകൊള്ളട്ടെ. 1-2 സ്ഥലത്തൊരു ഭയം ഉണ്ടല്ലോ. അല്ലാത്തിടത്ത് മുഴുവനും കോൺഗ്രസിനെ പിന്തുണക്കുന്നതിലേറെ മതേതര വിശ്വാസികൾ നാളെ BJPയിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആളുകളെ ഇവിടുന്ന് പാർലമെന്റിലേക്ക് അയക്കണം. KPCC പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്, ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ BJPക്ക് പോകുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേക്കാണ്. BJP വോട്ട് തട്ടാനാണോ എന്ന് സംശയം വരെയുണ്ട്. അതുപോലെ തന്നെ BJPക്ക് 2.5 സീറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സീറ്റ് നേടാൻ വേണ്ടിയിട്ട് വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനത്തെ ആളുകളൊക്കെ വിജയിപ്പിച്ച് വിട്ടാൽ ഇവർക്ക് എന്ത് സ്നേഹമാണ് BJPയെ തയ്യാറാക്കാനുള്ളത്? അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഭീകരവാദി എന്ന് വിളിക്കുന്ന ശശി തരൂരിനെയാണ് അപ്പുറത്ത് മത്സരിച്ചിട്ടുള്ളത്. അവിടെ ധർമ്മസംഘടനത്തിലാണ് മുസ്ലിങ്ങൾ. അവിടെ ഏതായാലും BJPക്ക് ഒരു വഴിക്ക് 2 പക്ഷി എന്നാണ്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോൽക്കുകയാണെങ്കിൽ ആരായാലും BJPക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ശശി തരൂർ ജയിച്ചാലും മറ്റേ BJP സ്ഥാനാർത്ഥി ജയിച്ചാലും ശരി. അതുപോലെ മോഡിയുടെ അത്താഴ വിരുന്നിൻ്റെ മാധുര്യം നുകരുന്ന ഇവിടുത്തെ നിയമസഭ പാസാക്കിയ ബില്ലിനെ പരിഹസിക്കുന്ന പ്രേമചന്ദ്രനാണ് അപ്പുറത്തുള്ളത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടാൽ എന്താണ് ഈ ന്യൂനപക്ഷത്തിന് ശബ്ദിക്കാൻ ആരാണ് ഉണ്ടാവുക? അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഭയപ്പെടാനില്ല. ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും ശരി, മാർക്സിസ്റ്റ് ജയിച്ചാലും ആ വിഷയത്തിൽ സമമാണ്. പക്ഷേ നമ്മൾ ചെയ്ത വോട്ട് പാഴാക്കാതെ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ഇവിടുന്ന് LDFിനെ മുഴുവൻ സീറ്റിലും അവർ വിജയിക്കൽ ആവശ്യമാണ് എന്ന് പാർട്ടിക്കാരനല്ലാത്ത നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട്. കാര്യബോധമുള്ള ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കൊള്ളും. ഈ 19 ആളുകൾ പോയിട്ടൊരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ടും അവരെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾ രാജ്യസഭയിലുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം പോലെ ഈ 19 ആൾക്ക് ഒന്ന് മുഴക്കാൻ കഴിഞ്ഞ ന്യൂനപക്ഷത്തിന് വേണ്ടി അത് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതൊരു മുന്നണിയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള എന്തെങ്കിലും താല്പര്യക്കുറവുകൊണ്ടോ മാത്രം പറയല്ല. അവർ ഇതുവരെയും അനുവർത്തിച്ച് തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മനാണ്. അവ ദേശീയ രംഗത്ത് ഇടതുപക്ഷം ഇല്ലാത്തിടത്തൊക്കെ മുസ്ലിങ്ങൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യട്ടെ. കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ശരിക്ക് BJPയിലേക്ക് പോകില്ല എന്ന് ഉറപ്പുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. LDFിൻ്റെ പിന്തുണയോടുകൂടെ ഇടതുപക്ഷത്തിന് പിന്തുണയോടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ ദേശീയ തലത്തിൽ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ആ പ്രശ്നമില്ലാത്തതുകൊണ്ടും കേരളത്തിൽ ആ മുന്നണി ഇല്ലാത്തത് കൊണ്ടും കേരളത്തിലെ ആ മുന്നണിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ടും അതിലേറെ ആ വിഷയങ്ങൾക്കൊക്കെ ശബ്ദിക്കുവാൻ ത്രാണിത്തമുള്ള കോൺഗ്രസിൻ്റെ അബദ്ധസഞ്ചാരത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശക്തിയുള്ള ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നിഷ്പക്ഷമതികൾക്ക് മതേതരവാദികൾക്ക് കേരളത്തിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് ശബ്ദിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന CA നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങിയിട്ട് ശക്തമായ പ്രക്ഷോഭം നടത്തിയ പിണറായിയെ ജയിലിലടക്കാത്തതിലാണ് ഇപ്പോൾ ഇവരുടെ നേതാവിന് പരാതിയുള്ളത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ജയിലടക്കുന്നില്ല എന്നാണ് അവിവേകിയായ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ആളുകൾക്ക് വോട്ടാണ്ട് കുത്തിക്കൊടുത്താൽ അതിൻ്റെ ഖേദം ദുന്യാവിൽ നിന്ന് മാത്രം അവസാനിക്കുകയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് പാർട്ടി സ്നേഹം കൊണ്ടോ ഒന്നല്ല പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭരണം സ്തംഭിപ്പിക്കുന്ന, ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന, ഇവിടുത്തെ ബില്ലുകൾ ഒപ്പിടുന്നതിന് തടസ്സം നിൽക്കുന്ന ഗവർണർ, ആ ഗവർണറെ പിന്തുണച്ചുകൊണ്ടാണ് ലീഗും കോൺഗ്രസും ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ലതിനെതിരെ മുഴുവൻ പിന്തുണയും കൊടുക്കുന്ന ഇവരെ ഒരിക്കലും തന്നെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് അടുപ്പിക്കരുത്. ഇടതുപക്ഷമില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളൊക്കെ കോൺഗ്രസിനോ അതുപോലെ ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇവർക്ക് കൂടുതൽ സീറ്റ് വേണ്ട എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. അവർ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഭരിക്കുള്ളൂ. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കില്ല എന്ന് ആർക്കും അറിയാം. അപ്പോൾ ഇവിടെ പിന്തുണയോടെ ഭരിക്കുമ്പോൾ അവരെ തെറ്റുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. 1ാം UPA ഗവൺമെൻറ് ഭരിച്ചതുപോലെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2ാം UPA ഗവൺമെൻറ്റിന് ഇടതുപക്ഷത്തിന് പിന്തുണയില്ല. അതുകൊണ്ട് സ്പെക്ട്രത്തിലോ അഴിമതിയിലാണ് മുങ്ങിക്കുളിച്ചല്ലോ. അങ്ങനെയല്ല ഭരണം വിട്ട് ഓടിപ്പോകേണ്ടി വന്നതും പിന്നെ BJP കാലാകാലം ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന 2 സീറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അവർ ഉൾക്കൊള്ളുന്ന മുന്നണിയും മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ന്യൂനപക്ഷത്തിന് ഒരിക്കലും ഗുണകരമായ രീതിയിലല്ല കഴിഞ്ഞ ചരിത്രങ്ങളിലുള്ളത്. അതിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. ലീഗില്ലാതെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 8 വർഷത്തെ ഭരണം, കേരളത്തിലെ ഭരണം എന്തൊരു റാഹത്തായിട്ടാണ് സുന്നികൾ കിടന്നുറങ്ങുന്നത്. അടിപിടിയില്ല, പോലീസില്ല, അതുപോലെ പള്ളി മദ്രസ പൂട്ടലില്ല,
കേസില്ല, പോലീസില്ല, ഒന്നുമില്ല. അങ്ങനെ വളരെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നു. ഇവിടെ ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിൽ എത്ര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സുഗമമായി ഒന്ന് കിടന്നിറങ്ങാനെന്നെങ്കിലും മറ്റൊരു മുറ്റും കിട്ടുന്നില്ലെങ്കിലും ഒരു പെൻഷനും കിട്ടണില്ല എന്ന് ചോദിച്ചാൽ, മുമ്പത്തെ പെൻഷൻ 18 മാസം പെൻഡിങ് ചെയ്യുന്ന 600, ഇപ്പോൾ 3 മാസം പെൻഡിങ് ആയപ്പോൾ തന്നെ വലിയ സുബുൽ മുബിക്കാത്തായിട്ട് ഉന്നയിക്കുന്ന വിവരദോഷികളുണ്ടല്ലോ. അവരോട് പറയാനുള്ളത് സുഗമമായി അവർ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളട്ടെ. പക്ഷേ സുന്നികളോട് പറയാനുള്ളത്, സുന്നികൾക്ക് സുഗമമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ 8 കൊല്ലം ഒരു മഹലിലും അടിപിടിയില്ല. മതമില്ലാത്തവരാണ് ഭരിക്കുന്നത്, എന്നാൽ പോലും മതമുള്ളവർ ഭരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പോലുള്ള ഒരു പ്രശ്നമില്ലാതെ നാട് ശാന്തമായിട്ട് പോകുന്നുണ്ട്. ഇത് നിലനിൽക്കാനും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സുന്നികൾക്കറിയാം. അതുകൊണ്ട് കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന കോൺഗ്രസിനും അതുപോലെ നേരിട്ട് സുന്നികളെ പീഡിപ്പിക്കുന്ന കൊല്ലുന്ന ലീഗിനും വോട്ട് ചെയ്യാതെ സുന്നികൾ കണ്ടറിഞ്ഞുകൊണ്ട് ആർക്ക് വോട്ട് കൊടുത്താലാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ശരിയാവുക, ആർക്ക് വോട്ട് കൊടുക്കുന്നതാണ് ഗുണകരം എന്ന് മനസ്സിലാക്കി പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറാകണമെന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത്. നമ്മുടെ മതപരമായ കാഴ്ചപ്പാടും രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ നമ്മുടെ മതത്തിനും നമ്മുടെ ആദർശത്തിനും നമ്മുടെ നാട്ടിനും ഉപകാരപ്പെടുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും ബോധപൂർവം ശ്രദ്ധിക്കേണ്ട, രാഷ്ട്രീയപരമായി കുറേയൊക്കെ വിദ്യാഭ്യാസം നേടേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് എല്ലാവരും മനസ്സിലാക്കി ഞങ്ങൾക്ക് രാഷ്ട്രീയം തീരെ വേണ്ട, രാഷ്ട്രീയം നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. രാജ്യത്ത് ജീവിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ആദർശം സംരക്ഷിക്കണമെങ്കിൽ കുത്തുബയുടെ ഭാഷയും അതുപോലെ സ്ത്രീ പള്ളി പ്രവേശനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാഷ്ട്രീയക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കണമെങ്കിൽ കുറച്ച് രാഷ്ട്രീയ ബോധം ഉൾക്കൊള്ളൽ ആവശ്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സുന്നികളെ കൊന്നും കുത്തിയും വരുന്ന ആളുകളെ പോളിംഗ് ബൂത്തിൽ പോയി കുത്തി പരിഹാരം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏതാനും ഫലിതങ്ങൾ കണ്ട് കേട്ട് നമുക്ക് വിടവാങ്ങാം. ദേശീയ തലത്തിലൊരു നിലപാട് പറയാൻ എന്താണ് പ്രശ്നം? രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു, ഓക്കെ, നമ്മളത് കേൾക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഗാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് മൗനം പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിന് മറുപടി എന്താണ്? നിങ്ങൾ കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ, അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ വന്ന് എന്നോട് ചോദിക്കണ്ട. പറയട്ടെ, ഞാൻ കാസർഗോട്ടെ പത്രക്കാരോടാണ് സംസാരിക്കുന്നത്. ഞാൻ കാസർഗോഡ് എം പിയാണ്. ഇന്ത്യയിൽ 54 എംപിമാരുള്ള ഒരു എം പിയാണ് ഞാൻ. നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. യു ക്യാൻ ഗോ. പറയട്ടെ, സംബന്ധിച്ച് പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ്. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കത്തിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെ പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് പറയട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനൊന്നുമല്ല. ഈ നിങ്ങള് ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്, ഉത്തരം ഞാൻ തരില്ല. ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്ക്. കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപോ പിൻപോ ഇത്തരമൊരു പ്രസ്താവന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മാറാട് കലാപത്തെ തുടർന്ന് കടപ്പുറം വിടേണ്ടി വന്ന മുസ്ലിം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ മുസ്ലിം ലീഗ് സർക്കാരിന് അന്ത്യശാസനം നൽകിയ സമയമായിരുന്നു 2003 ജൂലൈ. കോൺഗ്രസിന്റെ സിംല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ AK ആന്റണി പക്ഷേ സംഘടിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ എന്തും നേടാമെന്ന ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടെന്ന് തുറന്നടിച്ചു. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിന്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിന്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിന്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ
ഉണ്ട് ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പ്. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ പ്രവൃത്തി കൊണ്ട് കേരള സമൂഹത്തിലും അതുപോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാം അറിയാം, സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ, സമൂഹത്തിന്റെ ബോധവൽക്കരണത്തിൽ, ഇസ്ലാമിക ആദർശം ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ, ഇസ്ലാമിക ആദർശം ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ കാലഘട്ടത്തിൽ നൽകുന്ന നിരവധി പ്രശ്നങ്ങൾ അതാത് കാലഘട്ടത്തിൽ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനത്തിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത്? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. രാജ്യത്താകെ നടപ്പാക്കുന്ന ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. അത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. പറഞ്ഞിട്ടും പഠിക്കുന്നില്ലെങ്കിൽ, കണ്ടാൽ പഠിക്കുന്നില്ലെങ്കിൽ കൊണ്ടാൽ പഠിച്ചുകൊള്ളും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.